സാധ്യമായ എല്ലാ സാങ്കേതികവിദ്യയും മനുഷ്യപ്രയത്നവും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ചൂരൽമലയിലും ഒപ്പം തന്നെ മുണ്ടക്കയിലും അട്ടമലയിലും വെള്ളരിമലയിലുമെല്ലാം ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനത്തിന് സാങ്കേതിക സംവിധാനത്തോടൊപ്പം തന്നെ മനുഷ്യപ്രയത്നത്തോടൊപ്പം തന്നെ കെഡാവർ ഡോഗുകളെയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. 25 അടി വരെ താഴ്ചയിലുള്ള മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ ഈ കെഡാവർ ഡോഗുകൾക്ക് കഴിയും. മായയും മർഫിയുമാണ് ഇപ്പോൾ ഈ കെഡാവർ സംഘത്തിലുള്ളത്. പെട്ടിമുടി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയതാണ് ഈ മായയും മർഫിയും. റോഷിപ്പാൽ അല്പസമയം മുമ്പ് ഈ കെഡാവർ നായ്ക്കളുമായി വരുന്ന പോലീസ് സംഘത്തെ കണ്ടിരുന്നു, അവരുമായി സംസാരിച്ചിരുന്നു. ഇപ്പോൾ മന്ത്രി കെ രാജൻ ബെയിലി പാലത്തിന് മുകളിലൂടെ ഈ മറുകരയിലേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. രക്ഷാപ്രവർത്തകർ ഈ ബെയിലി പാലത്തിന് സമാന്തരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു നടപ്പാതയിലൂടെയാണ് മറുകരയിലേക്ക് പോവുക. അവിടെയാണ് മുണ്ടക്കൈ ഭാഗമുള്ളത്. ഇനിയും കൂടുതൽ ആളുകൾ മുണ്ടക്കൈ, അട്ടമല, വെള്ളർമല ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നത് അന്വേഷിക്കണം. ജീവനോടെ ആരും ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഘട്ടത്തിൽ ഏതെങ്കിലും മനുഷ്യർ ഏതെങ്കിലും വീടിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായിട്ടും പരിശോധിക്കുക. അതിനുവേണ്ടി 12 മണിയോടുകൂടി സാധന സാമഗ്രികളും ട്രക്കുകളുമെല്ലാം ഈ ബെയിലി പാലം കടന്നു പോവുകയും ചെയ്യും. ബെയിലി പാലത്തിൻ്റെ ഡെക്ക് നിർമ്മാണത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഏറെ സങ്കീർണവും ദുഷ്കരവുമാണ്. പ്രകൃതി ഇപ്പോൾ വീണ്ടും വില്ലനാവുന്നു എന്നുള്ളതാണ്. നേരത്തെ മിനിസ്റ്റർ അങ്ങോട്ട് പോകുന്ന സമയത്ത് ആ ഭാഗത്ത് കാലാവസ്ഥ തെളിഞ്ഞതായിരുന്നു. പക്ഷേ ഇപ്പോഴേക്ക് വരുമ്പോൾ ചെറിയ ചാറ്റൽ മഴയും ആ ഭാഗത്ത് പെയ്യുന്നുണ്ട് എന്നാണ് സാനിയോ റിപ്പോർട്ട് ചെയ്തത്. നമുക്ക് റോഷിപ്പാലിലേക്കൊന്ന് പോയി വരാം. റോഷിപ്പാലിൽ ഈ കെഡാവർ ഡോഗുകളുമായി എത്തിയ പോലീസ് സംഘത്തെ കണ്ടു. മായയും മർഫിയുമാണ് ഈ കെഡാവർ സംഘത്തിൽപ്പെട്ട 2 നായ്ക്കൾ. പെട്ടിമുടിയിൽ ഒട്ടേറെ മൃതദേഹങ്ങളെ മണ്ണിനിടയിൽ നിന്ന് തിരിച്ചെടുക്കുന്നതിന് സഹായിച്ചത് മായയും മർഫിയുമാണ്. ഈ മുണ്ടക്കൈ ഭാഗത്തും മായയുടെയും മർഫിയുടെയും സേവനം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടുവരാം. നമ്മൾ നേരത്തെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്ന് മുതൽ നടത്താനിരിക്കുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ പ്ലാൻ അത് കൃത്യമായി നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കുന്നു. അതിൽ ഈ ഇന്ത്യൻ നേവിയും ഒപ്പം തന്നെ NDRFും പോലീസ് അടക്കമുള്ള ഒപ്പം നാട്ടുകാരുടെ സന്നദ്ധ പ്രവർത്തകരും പ്രത്യേക പരിശീലനം ലഭിച്ച സന്നദ്ധ പ്രവർത്തകരടക്കമുള്ള സംഘം, അതിനൊപ്പമാണ് K9ൻ്റെയും മിലിറ്ററിയുടെയും പ്രത്യേക ഡോഗ് സ്ക്വാഡും ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. സംസ്ഥാന പോലീസിലെ K9 വിഭാഗത്തിലെ 3 പ്രത്യേക പരിശീലനം ലഭിച്ച ഡോഗ് അവർ ഈ ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് 3 ഡോഗ് ഉൾപ്പെടെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്നത്. ഇന്നലെ 3 ഡോഗായിരുന്നു. ഇന്ന് ആ സെയിം ഡോഗുകൾ തന്നെയാണ് ഇന്നും വന്നിട്ടുള്ളത്. കുറച്ചുകൂടെ പരിശീലനം ലഭിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയും. അങ്ങനെയാണ്. അതെ, ഇത് 2 ഡോഗുകൾ മായ, മർഫി, കെഡാവർ ഡോഗുകളാണ്. ഇത് സെർച്ച് ആൻഡ് റെസ്ക്യൂ മാഗി. അപ്പോൾ നമുക്ക് ഇവർ ഇതിൽ സ്പെഷ്യലൈസ്ഡ് ആണ്. ഇതേപോലെ പല ഡ്യൂട്ടികളും ഇവർ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് ഇവർ. അപ്പോൾ ഇന്നലെ അതേപോലെ നമ്മൾ പല സ്പോട്ടുകളും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് റിക്കവറി ലഭിച്ചിട്ടുണ്ട്. ഇനി കൂടാതെ ഇനി റിക്കവറി നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും മിഷനറി അവിടെ എത്തിയിട്ട് മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. ഇവർ കണ്ടെത്തും. നമുക്ക് കൂടുതൽ മെഷീനറി വെച്ചുകൊണ്ട് ആളുകളെ ഈ കുടുങ്ങിക്കിടക്കുന്ന ഇടങ്ങളിൽ നിന്നും പുറത്തേക്ക് എടുക്കാൻ സാധിക്കും. അതെ, നമുക്ക് ഇതിൻ്റെ സ്മെല്ല് വരുന്ന സ്ഥലം നമുക്ക് സ്പോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് നനഞ്ഞു കിടക്കുന്നതുകൊണ്ട് സ്മെല്ല് വൈഡായിട്ട് കിടക്കും, സ്പ്രെഡായിട്ട് കിടക്കും. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. എന്നാലും നമുക്ക് ഒരു ഏരിയ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഈ എത്ര താഴ്ചയിൽ, മണ്ണിനടിയിൽ എത്ര അടിയിൽ താഴ്ചയിലുള്ള ആളുകളെ ഈ ഇവർക്ക് 3 പേർക്കും കണ്ടെത്താൻ കഴിയും? ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് വെച്ചിട്ടാണെങ്കിൽ ഏകദേശം 20-25 അടി താഴ്ചയെന്ന് വരെ നമ്മൾ ഇപ്പോൾ പെട്ടിമുടി, കൊക്കയാറ് അതേപോലെ സ്ഥലത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട് റിസൾട്ട്. പിന്നെ അവിടുത്തെ ആ ടെറൈനല്ല ഇപ്പോൾ ഇവിടെ ഇത്തിരി വെള്ളത്തിൻ്റെ അംശം കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഗ്യാപ്പുകൾ കുറവായിരിക്കും. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഈ സ്മെല്ല് വെള്ളത്തിലൂടെ ഒഴുകി വരാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത്തിരി വൈഡായിട്ടുള്ള ഏരിയ നമുക്ക് സ്പോട്ട് ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ. ഇവിടെ വെല്ലുവിളി തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ ചെയ്തിട്ടുള്ള മെയിൻ പെട്ടിമുടിയും കൊക്കയാറാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനേക്കാളും വളരെ ഭയാനകമായിട്ട് തന്നെ. കാരണം അവിടെ ചെറിയൊരു സ്പോട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോമീറ്റർ കണക്കാണ് ഇതിൻ്റെ ഒരു ഇത് വന്നിട്ടുള്ളത്. അത് തന്നെ നമുക്ക് ഡ്യൂട്ടി ചെയ്യാൻ വളരെ. നേരത്തെ അവസാനമായി ഈ 3 പേരും ഏത് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് ലാസ്റ്റ് കൊക്കയാറാണ് 2021, 2020 പെട്ടിമുടി. അങ്ങനെ 2 ഇതായിട്ടുള്ളത്. പെട്ടിമുടിയിൽ മായയാണ് ഉണ്ടായിരുന്നത്, കൊക്കയാറിൽ മായയും മർഫിയുമാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ ചെയ്തത് കൊക്കയാറായിരുന്നു. തീർച്ചയായും ഈ 3 ഡോഗ്, ഇതിൽ 2 കെഡാവർ ഡോഗാണ്. 25 അടി താഴ്ചയിൽ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പോലും കണ്ടെത്താൻ ഈ പ്രത്യേക പരിശീലനം സിദ്ധിച്ച ഈ ഡോഗുകൾക്ക് കഴിയുമെന്നതാണ് പ്രത്യേകത. ഒപ്പം തന്നെ ആർമിയുടെ കെഡാവർ ഡോഗുകൾ ഇന്നലെ മീററ്റിൽ നിന്നും അവർ കണ്ണൂർ എയർപോർട്ട് വഴി ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. ആ കെഡാവർ ഡോഗുകൾ കൂടി രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാകും. സംസ്ഥാന പോലീസിൽ 3 കെഡാവർ ഡോഗുകളാണുള്ളത്. അതിൽ 2 കെഡാവർ ഡോഗ് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇന്നലെയും അവർ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു. ഇന്നലെയും
ഡോഗുകൾ ആളുകളെ കണ്ടെത്തി സ്പോട്ട് കണ്ടെത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പരിശോധിച്ചപ്പോൾ അവിടെ നിന്നും ആളുകളെ റിക്കവർ ചെയ്യാൻ സാധിച്ചു. മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്നാണ് ഈ സംഘം പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ കുമാറിനൊപ്പം റിപ്പോർട്ടർ ആർ റോഷിപാൽ ഇൻ റിപ്പോർട്ടർ.